എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അന്നദ. ഞാൻ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയാണ്. MA എക്കണോമിക്സ് 4th സെമസ്റ്ററാണ്. ഇക്കൊല്ലത്തെ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ എനിക്ക് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് മിമിക്രിയിൽ. പിന്നെ മോണോ ആക്റ്റിൽ A ഗ്രേഡും ഉണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു. ആദ്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മമത മോഹൻദാസിന്റെ ശബ്ദമാണ്. അത് മൈ ബോസ് എന്ന് പറയുന്ന സിനിമയിലെ ശബ്ദമാണ് ആദ്യം അനുകരിക്കുന്നത്. മനു, നിന്റെ മുറി, നിന്റെ ബെഡ്, നിന്റെ കട്ടിൽ, ഇവിടെ നീ തന്നെ കിടന്നാ മതി. ഐ എം യുവർ ബോസ്, അത് മറക്കണ്ട. യു ബ്ലഡി പവർഡ്. ഇതായിരുന്നല്ല നിന്റെ മനസ്സിലിരിപ്പ്. ഇതിനാണല്ലേ നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. നിന്റെ ഒരു ഉദ്ദേശവും എന്റെ അടുക്ക നടക്കാൻ പോകുന്നില്ല. ഇഫ് യു ടച്ച് മീ ഐ വിൽ കിൽ യു. അടുത്തത് ഭാവനയുടെ ആദ്യകാല ശബ്ദമാണ്. ഒരു പഴയ ഇന്റർവ്യൂവിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂച്ച ഉണ്ടായിരുന്നു. പൂച്ചയുടെ പേര് ചിഞ്ചു എന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ പൂച്ച ഞാൻ കൊടുക്കുന്നത് തിന്നുന്ന മാത്രമല്ല, അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം തീട്ട് അതിന്റെ വയറൊക്കെ ഇതിന്റെ പെട്ടി വയറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീട് മാറുന്ന സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എന്റെ പൂച്ച എന്റെ കൂടെ വേണം, എനിക്ക് എന്റെ ചിഞ്ചുനെ വേണമെന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്കങ്ങ് വരത്തില്ല, നിനക്ക് വേണമെങ്കിൽ നീ കൊണ്ടുപോയിക്കോളാനെന്ന്. അങ്ങനെ ഞാൻ പൂച്ചനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചപ്പോ പൂച്ചയുടെ വഴിക്ക് പോയി, ഞാൻ എന്റെ വഴിക്ക് പോയി. അപ്പൊ അടുത്തത് അടൂർ ഭവാനി അമ്മയുടെ ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമയിലെ ഒരു രംഗം. ഹിറ്റ്ലർ 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 പണ്ടാറ് വടങ്ങാനായിട്ട് മാറിക്കിടക്കണ തടിയോ കണ്ണു കുടിച്ച് വഴി മറക്കമെന്ന് അടിച്ച് കിടക്കുക മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. മക്കളെ മാധവൻകുട്ടിക്ക് ഒരട്ടപ്പേരുണ്ടല്ലോ, അതെന്തുവാ? ആ കൊച്ചന്മാര് പ്രത്യേകം പറഞ്ഞേച്ചതാ, മറക്കല്ലെന്ന്. എന്തുവാ പേരെന്തുവാന്നാ പറഞ്ഞേ? ഹിറ്റ്ലർ ഹിറ്റ്ലർ മാധവൻകുട്ടി. കൊതിപ്പിച്ചല്ലോടി കൊച്ചേ, ചക്ക വീടതാന്ന് കരുതി. ഞെട്ടിച്ചു. അടുത്തത് ബിന്ദു പണിക്കരുടെ ശബ്ദമാണ്. പോടെ പട്ടി, എത്ര കാലമായിട്ട് നിന്റെ സൂക്കേട് മാറിയില്ലേ? സ്കൂളിൽ പഠിക്കുമ്പോ പാട്ടിനും ഡാൻസിനും ഒക്കെ ഞാൻ ഒന്നാമതായിരുന്നു. സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്നെല്ലാരും എന്നെ സീലിംഗ് ബ്യൂട്ടി എന്നാ വിളിച്ചിരുന്നത്. ഞാൻ ഒന്നും തേച്ചിട്ടില്ല. ജന്മനാ എനിക്കിങ്ങനെ നല്ല സൗന്ദര്യം. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കാണുന്നവർക്കൊക്കെ എന്റെ മുടിയെ കുറിച്ച് ചോദിക്കാനേ നേരുള്ളൂ. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. അടുത്തത് കുട്ടികളുടെ പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രമായിട്ടുള്ള ഡോറയാണ്. കൂട്ടുകാരി, ഞാനാണ് നിങ്ങളുടെ ഡോറ. നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? അതെ, മഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ. ഉറക്കെ പറയൂ, മഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ. ആദ്യം നമ്മൾ മല കയറി, പിന്നെ നമ്മൾ തുരങ്കത്തിൽ കൂടെ പോയി. അതാ സ്റ്റേഷന്റെ ട്രാക്കുകളൊക്കെ കൊറുനരി മോഷ്ടിക്കുന്നു. കൊറുനരി മോഷ്ടിക്കരുത്, കൊറുനരി മോഷ്ടിക്കരുത്, കൊറുനരി മോഷ്ടിക്കേ ചെയ്യരുത്. അടിപൊളി. അടിപൊളിയാന്ന് പറഞ്ഞേ ആണോ? ഡോറ കാണാറുണ്ടോ? കറക്റ്റ് ആണോ? അടിപൊളി. ഡോറേനെക്കാട്ടിലും സൂപ്പർ. സൂപ്പർ. ഓക്കേ, നെക്സ്റ്റ് ഐറ്റം. അടുത്തത് ജാനകി അമ്മയുടെ ഒരു പാട്ടാണ്. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല, പക്ഷെ ശ്രമിച്ചു നോക്കാം. മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ. മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ. മനസ്സിൻ മാധവം മിഴിയിൽ പൂക്കവേ. മനസ്സിൻ മാധവം മിഴിയിൽ പൂക്കവേ. രോമാഞ്ചം മോടവേ. അടിപൊളി. കാട്ടുപൊളി. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്ക, ഡോറനെ കെട്ടിപ്പിടിക്ക. ഓ, സൂപ്പർ. ഡോറനെ ഇഷ്ടപ്പെട്ടില്ലേ? കൂടെ വരുന്നോ? അങ്ങനെയൊന്നും പറയില്ലേ. എന്റെ കൂടെ വരുന്നെന്ന് കൊണ്ടോക്കോ. ബുജിയാണോ കൂടെ കൊണ്ടുപോവാൻ? ഞങ്ങള് പോവാ. അന്നദ കിഡിലും പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നല്ലേ ഞാൻ ഈ കെട്ടിപ്പിടിക്കുന്ന വേർത്തിട്ടാണ്. പേര് പോലെ തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു അല്ലേ അന്നദ? ഓരോ വോയിസും കേൾക്കുമ്പോൾ ഈ പ്രകടനത്തിന് 1ാം സ്ഥാനം കിട്ടിയില്ലെങ്കിലുള്ള അത്ഭുതം. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്ന ആൺകുട്ടികളെ പരാജയപ്പെടുത്തിക്കൊണ്ടാന്ന് തോന്നുന്നു അല്ലേ? അല്ലെ, ആൺ പെൺ വ്യത്യാസം ഉണ്ടോ മിമിക്രിയില്? ഇല്ല. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഉഗ്രൻ, എല്ലാം നന്നായിരുന്നു. മോണാക്കിൽ എങ്ങനെ വന്നു, മിമിക്രിയിൽ അങ്ങനെ ആയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ മകേഷ് കുഞ്ഞുമോനാണ് ഇപ്പൊ മിമിക്രി തിളങ്ങിയിരിക്കുന്നത്. ഇതിന് മറ്റൊരു മകേഷ് കുഞ്ഞുമോളാ. ഒരു കാര്യമായിട്ടുള്ളത്, മോളെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പരമാവധി വേദികളിൽ പോകണം. കൂടുതൽ താരങ്ങളെ അനുകരിക്കണം. കാരണം നല്ല വോയിസ് ആണ് കേട്ടോ.
താങ്ക് യു ചേട്ടാ. ഭാവന ഇങ്ങനെ കിടക്കുക ഞങ്ങളുടെ അത് ഞാൻ ചോദിക്കാൻ വരായിരുന്നു. എടുത്ത വോയിസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ആരുടെ വോയിസ് ആണെന്നുള്ളത്. ഭാവനേച്ചിയുടെ തന്നെയാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അതും എല്ലാം മമത മോഹൻദാസ് ഒക്കെ ഭയങ്കര മൈബോസ് ഒക്കെ എക്സ്ട്രാ ഓർഡിനറി. ഒരു രക്ഷയില്ല മോളെ, ഒരു രക്ഷയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷെ ഡോറയാ. ആ, ഡോറ. നിനക്കതല്ലേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് പെർഫോമൻസിലായിട്ട് നമ്മുടെ ഈ വേദിയിൽ തന്നെ വരണം. ഓക്കെ ബിപിൻ ചേട്ടാ, നമുക്ക് ആ സ്നേഹ സമ്മാനം നൽകണ്ടേ? യെസ്, പ്ലീസ് ജോയിൻ us. നമ്മൾ 2050 വാർത്ത പറഞ്ഞില്ലേ, അതുമായിട്ട് ജോയിൻ ചെയ്ത് പറയാണ് 2050 വലിയ ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരിയായിട്ട് മാറട്ടെ. അതെ, അതിന് ചെറിയ ടോക്കൺ അഡ്വാൻസ്. ആ നാക്ക് പൊന്നാവട്ടെ അല്ലേ? അതെ അതെ, നമുക്ക് കാണാം. അതൊരു അനുഗ്രഹമാവട്ടെ. അതെ അതെ.